ഹായ് മക്കളെ, നീറ്റ് എക്സാമിൻ്റെ ആൻസർ കീയും OMR ഷീറ്റും എല്ലാം വന്നു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ മാർക്സിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാകും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയ മാർക്കുകൾ എത്രയാണെന്ന്. ഇനി വരാനുള്ളത് റാങ്ക് ലിസ്റ്റിൻ്റെ പബ്ലിഷിങ്ങും അത് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സുമാണ്. ഇപ്രാവശ്യത്തെ ഇതുവരെയുള്ള കണക്കുകളും വിവരങ്ങളും അനുസരിച്ച് ഏകദേശം MBBSൻ്റെ കട്ട് ഓഫ് ആവറേജ് ഒരു 520 മാർക്സ് എങ്കിലും ആവാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഓൾ ഇന്ത്യ കോട്ടയിൽ അടക്കമുള്ളത് നമ്മൾ കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ MBBSൻ്റെ കിട്ടാനുള്ള ഒരു ആവറേജ് മാർക്ക് ഒരു 520 മാർക്ക് ആവാനാണ് നമ്മൾ സാധ്യത കാണുന്നത്. ഈ അവസരത്തിൽ ചിലപ്പോൾ ഒരു OBC ഒക്കെ ആണെങ്കിൽ 520യുടെ താഴോട്ടൊരു 515 എങ്കിലും ഓൾ ഇന്ത്യ കോട്ടയിൽ ചിലപ്പോൾ കയറാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് 525ലേക്കൊക്കെ എത്തിപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആവറേജ് ഈ ഒരു മാർക്സിലാണ് കാണുന്നത്. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ ഏകദേശം 500 റേഞ്ചിൽ മാർക്ക് വാങ്ങിയ മിക്കവാറും കുട്ടികളുടെ 95% കുട്ടികളുടെയും ഉള്ളിലൂടെ കടന്നു പോകുന്ന അനേകം സംശയങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് MBBS അഥവാ ഒരു ഗവൺമെൻറ് MBBS കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ പ്രൈവറ്റ് MBBSനെ കുറിച്ച് ആലോചിച്ചു കൂടെ എന്ന് വിചാരിക്കുന്ന കുറേ ആളുകളുണ്ടാകും. അത് കഴിഞ്ഞാൽ മറ്റ് വേറെയും ചില കോഴ്സസ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ടല്ലോ. നമുക്കറിയാം, നമുക്ക് ബാച്ചിലർ ഓഫ് ഡെൻ്റൽ സർജറി അല്ലെ, BDS ഉണ്ട്. നമുക്ക് BDS MBBS കിട്ടിയില്ലെങ്കിൽ നമുക്ക് BDSലേക്ക് പോയിക്കൂടെ? അതല്ല എങ്കിൽ വെറ്റിനറി സയൻസ് BVSC ഉണ്ട്, അതിലേക്ക് നമ്മൾ മൃഗ ഡോക്ടറൊക്കെ ആകുന്ന അതിലേക്ക് പോയിക്കൂടെ? അല്ലെങ്കിൽ അഗ്രികൾച്ചർ BSc അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കിക്കൂടെ? അതെല്ലാം നീറ്റിലൂടെ തന്നെ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ പോകുന്ന കോഴ്സുകളാണ്. ഇനി അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ വേറെ അനേകം ആയുഷ് കോഴ്സുകളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആയുഷ് എന്ന്? നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആയുഷ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ വരുന്ന കോഴ്സസ്. അത് ഏതൊക്കെയാണ് മക്കളെ? നമുക്കറിയാം, BAMS അല്ലേ, ആയുർവേദ മെഡിസിൻ ആൻഡ് സർജറി, ബാച്ചിലർ ഓഫ് ആയുർവേദ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ടുള്ള BAMS ഉണ്ട്. അതുപോലെ തന്നെ ഹോമിയോ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് BHMS പഠിച്ച് ഹോമിയോ ഡോക്ടർ ആവാം. അതുമല്ലെങ്കിൽ നമുക്ക് BUMS പഠിച്ചുകൊണ്ട് ഒരു യുനാനി ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അതുമല്ലെങ്കിൽ നമുക്ക് സിദ്ധ ഡോക്ടറായിട്ട് BSMS പഠിച്ചിട്ട് സിദ്ധ വൈദ്യം പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇത്തരം ആയുഷ് കോഴ്സുകളുമുണ്ട്. അപ്പോൾ പല കുട്ടികളും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഞങ്ങൾ ഇതിനേതെങ്കിലും പോകണോ, അതോ ഞങ്ങൾ ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്യണോ എന്ന്? റിപ്പീറ്റ്. സോ ആസ് ഓഫ് നൗ ഞാൻ ഈ റിപ്പീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ മാറ്റി വെക്കാം. ദാറ്റ്സ് യുവർ ചോയ്സ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഓരോ കോഴ്സസും നിങ്ങൾ എടുക്കുന്നത് എത്രത്തോളം വർത്തിയാണ്, ഇതിൻ്റെ ഒക്കെ റിയാലിറ്റി എന്താണ് എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. സോ ആദ്യം തന്നെ നോക്കൂ, MBBS നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് MBBS കിട്ടുന്നില്ല എങ്കിൽ, പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾ MBBS പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങളെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, MBBSനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ കാര്യം, നിങ്ങൾ MBBS കോഴ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ, നിങ്ങളൊരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ എവിടെ പഠിച്ചു എന്നത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ശരിക്കും നമ്മൾ മറ്റേത് കോഴ്സുകൾ, ഇപ്പോൾ നിങ്ങൾ BTech ആണെങ്കിൽ അത് IITയിൽ പഠിച്ചാൽ ദാറ്റ് സോ അടിപൊളിയാണ് അല്ലേ. IIT പഠിച്ചാൽ നിങ്ങൾക്ക് വലിയ ശമ്പളം അധികം കിട്ടും. നിങ്ങൾ NIT പഠിച്ചാൽ ഇച്ചിരി കൂടെ കുറവായിരിക്കും, ബട്ട് സ്റ്റിൽ ബാക്കി സാധാരണ കോളേജുകളെക്കാൾ കൂടുതലായിരിക്കും. അങ്ങനെ നിങ്ങളുടെ കോളേജുകൾക്ക് വലിയ റോളുണ്ട്. എന്നാൽ MBBSന് ശേഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ പഠിച്ച കോളേജുകൾ ഏതാണെന്നുള്ളത് ഇത്രയും കാലം സാധാരണഗതിയിൽ വലിയൊരു റോള് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും കാര്യമായിട്ടില്ല എന്ന് നമുക്ക് പറയാം. പക്ഷെ കുറച്ചുകൂടെ കോമ്പറ്റീഷൻ വരികയാണെങ്കിൽ ചിലപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിച്ച ആളുകൾക്ക് കൂടുതലൊരു അഡ്വാൻറ്റേജ് കിട്ടിയേക്കാം. അതർവൈസ് അത്തരമൊരു പ്രശ്നം വരുന്നില്ല. പക്ഷേ പ്രിയപ്പെട്ട കുട്ടികളെ, നോക്കൂ, പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കുക എന്നുള്ളത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എത്ര മെറിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും അറൗണ്ട് 40 ലാഖിൻ്റെ മുകളിലെങ്കിലും നിങ്ങൾക്ക് എക്സ്പെൻസ് വരും എന്നുള്ളതാണ് പ്രൈവറ്റ് MBBSൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇറ്റ് ഈസ് ഹൈലി എക്സ്പെൻസീവ്. നിങ്ങൾക്ക് പലർക്കും താങ്ങാൻ പറ്റാത്ത അത്രയും എക്സ്പെൻസീവ് ആയിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വരുന്നത്, നിങ്ങളൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് കിട്ടുന്ന ഒരുപാട് ഫ്രീഡം
ഫ്രീഡമുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്ന ഒരുപാട് എക്സ്ട്രാ ആയിട്ടുള്ള അഡ്വാൻറ്റേജുകളുണ്ട്. അതിപ്പോൾ ഞാൻ അക്കാദമിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം മെഡിസിൻ നമ്മൾ പഠിക്കുന്നത് പേഷ്യൻസിൻ്റെ പുറത്താണ്, അല്ലെങ്കിൽ പേഷ്യൻസിനെ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ പേഷ്യൻസിൻ്റെ എണ്ണം പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ താരതമ്യേന വളരെ കുറവായിരിക്കും, വളരെ 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 കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേഷ്യൻസിൻ്റെ പുറത്ത് പഠിക്കാനും ഒരുപാട് രോഗങ്ങളെക്കുറിച്ച് അറിയാനൊക്കെ ഉള്ള സാധ്യത സാഹചര്യം കുറവായിരിക്കും എന്നുള്ളത് അക്കാദമിക്കലി ഒരു സൈഡാണ്. ഓക്കെ അല്ലേ? പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തെ പ്രകാരം ആരും തന്നെ MBBS കഴിഞ്ഞ് നേരെ പ്രാക്ടീസ് ചെയ്യാറില്ല. പലരും MBBSന് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചിട്ട് PG കൂടെ MD കൂടെ ചെയ്തിട്ടാണ് വലിയൊരു പ്രാക്ടീസ് ലെവലിൽ വർക്ക് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ MBBS പഠിച്ചാലും അതിനുശേഷം നിങ്ങളൊരു തിയറി പരീക്ഷ, ഒരു തിയറി അടിസ്ഥാനമാക്കിയുള്ള എൻട്രൻസ് പരീക്ഷ എഴുതിയ ശേഷമാണ് നിങ്ങൾ ഈ PGക്ക് കയറുന്നത്. അപ്പോൾ PGക്ക് ജോയിൻ ചെയ്ത് അതിനും ശേഷമാണ് നിങ്ങളൊരു പ്രാക്ടീസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രൈവറ്റിൽ നിങ്ങൾക്ക് വലിയ അധികം പേഷ്യൻസിനെ കണ്ടില്ല എന്നതുകൊണ്ടൊന്നും വലിയ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. സ്റ്റിൽ അത് അത്ര ഫേവറബിൾ ആയുള്ളൊരു കാര്യമല്ല. ഓക്കെ, പക്ഷേ വലിയൊരു പ്രശ്നം അതിനകത്തില്ല എന്ന് പറയാം അക്കാദമിക്കലി. പക്ഷേ നമ്മൾ അക്കാദമിക്സ് മാറ്റി നിർത്തിയിട്ടൊരു എക്സ്ട്രാ കരിക്കുലറായുള്ള ബാക്കി എല്ലാ ആസ്പെക്റ്റുകളും നോക്കുമ്പോഴും പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് നിങ്ങൾക്കൊരു നല്ല ഒരു ക്യാമ്പസ് തരുമെന്ന് നിങ്ങൾ ഒരിക്കലും സ്വപ്നം കാണേണ്ടതില്ല. ഇറ്റ് വിൽ ബി ഒരു ജയിലായിരിക്കും. നമുക്കുടെയൊക്കെ അനുഭവത്തിൽ നമ്മുടെയൊക്കെ ഫ്രണ്ട്സിൻ്റെ അനുഭവം നമ്മുടെ അറിവും വെച്ച് കൃത്യമായിട്ട് പറഞ്ഞാൽ അങ്ങനത്തെ കുറേ അധികം പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട്. നിങ്ങളൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരുപാടധികം ഓപ്പർച്യൂണിറ്റീസ് യു വിൽ മിസ് ഹിയർ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് വേറൊരു അക്കാദമിക് പേഴ്സ്പെക്റ്റീവിൽ വലിയൊരു പ്രശ്നമില്ല എന്ന് പറയാം. ബട്ട് ഏറ്റവും വലിയ പ്രശ്നം എക്സ്പെൻസാണ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ബാക്കി കോഴ്സ് അപ്പോൾ പഠിച്ചു കഴിഞ്ഞാലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഓൾമോസ്റ്റ് സെയിം ആണ്. നമ്മൾ ഓപ്പർച്യൂണിറ്റീസിനെ ബേസ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഓൾമോസ്റ്റ് സെയിം ആണ്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, അപ്പോൾ ഓപ്പർച്യൂണിറ്റീസിൻ്റെ പെർസ്പെക്റ്റീവിൽ വലിയൊരു പ്രശ്നമില്ല. എന്നാൽ നമുക്ക് ബാക്കി കോഴ്സുകൾ നോക്കാം. നോക്കൂ, ഞാൻ ആദ്യം തന്നെ ഈ കോഴ്സുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. BAMS, BHMS, BUMS, BSMS. ഇതെല്ലാം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഉയർന്ന മാർക്കുകൾ നോക്കൂ, ജസ്റ്റ് MBBS പലപ്പോഴും കുട്ടികൾക്ക് നഷ്ടപ്പെടാറ് വളരെ ചെറിയ മാർക്കിനാണ്. നമ്മുടെ റാങ്ക് കാര്യമായിട്ട് വലിയ റാങ്കിലുള്ള മാറ്റം വരെ ചിലപ്പോൾ നമ്മുടെ 2ഓ 3ഓ ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ 2ഓ 3ഓ ചോദ്യമൊക്കെ തെറ്റി എന്നതിൻ്റെ പേരിൽ മാത്രം പലരും ഇത്തരം കോഴ്സുകളിലേക്ക്, ഇതിനെക്കുറിച്ച് ഞാൻ പറയാം അതിനു മുമ്പ്, ഇത്തരം കോഴ്സുകളിലേക്ക് എത്തിപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മളൊരു +2 ലെവലിലൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതായാലും ഡോക്ടറല്ലേ, ആയുർവേദമായാലും ഡോക്ടറല്ലേ, പേരിൻ്റെ മുന്നിലൊരു ഡോക്ടർ വരിക എന്നത് മാത്രമായിരിക്കും നമ്മൾ ആ ഒരു സമയത്ത് ചിന്തിക്കുന്നത്. പലപ്പോഴും ഗേൾസിൻ്റെ ഒക്കെ കേസിലാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. പാരൻസ് ഒരു കൺസേൺ എടുത്തുകൊണ്ട് എന്താ പറയുക, ഇനി വീണ്ടും അവളെ റിപ്പീറ്റിനൊന്നും വിട്ട് ഇടങ്ങേറാക്കണ്ട, കുട്ടി അധികം സ്ട്രെസ്സിലേക്കൊന്നും പോകണ്ട, ഡോക്ടറായാൽ മതിയല്ലോ, ആ പേരിലൊരു ഡോക്ടർ ഉണ്ടായാൽ മതിയില്ലേ എന്നൊക്കെ ധാരണയിൽ ഈ കോഴ്സസിനെ കുറിച്ചൊന്നും കൂടുതൽ അറിയാതെ ഇതിലേക്ക് എത്തിപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കോഴ്സസിനെ കുറിച്ച് ധാരണയില്ലാതെ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ധാരണയില്ലാതെ ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും പെടും. ലുക്ക്, ഇതിലെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം കോഴ്സസ് എല്ലാം തന്നെ ദീസ് ആർ നോട്ട് യുവർ ചോയ്സസ്. ഇത് നിങ്ങളുടെ ചോയ്സസ് അല്ല, കോംപ്രമൈസ് ആണ്. നിങ്ങൾ എൻട്രൻസ് എഴുതിയത് MBBSന് വേണ്ടിയിട്ടാണ്. അത് കിട്ടാതിരുന്നപ്പോൾ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാണ് ഏതെങ്കിലും എടുത്തിട്ട്. സോ ആ ഒരു കോംപ്രമൈസ് ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് വരാൻ പോകുന്ന വേറെ കുറേ അധികം കാര്യങ്ങളുണ്ട്. അതിനെ ഞാൻ ആദ്യം തന്നെ ഓപ്പർച്യൂണിറ്റീസിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ സംസാരിക്കാം. നിങ്ങളൊരു ഫിനാൻഷ്യൽ പേഴ്സ്പെക്റ്റീവിൽ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കാര്യമായൊരു ഫിനാൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്നൊന്നും പ്രാക്ടീസ് ചെയ്ത്, അതായത് നിങ്ങളൊരു എത്തിക്കൽ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്കൊരു പരിധി വരെ ഉണ്ടാക്കാൻ പറ്റൂല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നോക്കൂ, ചിലപ്പോൾ ഒരു കോഴ്സ് കഴിഞ്ഞ് 100 ആളുകൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ, 100 ഡോക്ടേഴ്സ് ഇത്തരം കോഴ്സുകളിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിലൊരു 10 പേരൊക്കെ ചിലപ്പോൾ പ്രൈവറ്റ് ക്ലിനിക്കുകളും മറ്റും ഇട്ട് സക്സസ്ഫുൾ ആവാറുണ്ട്. 100-ൽ ചിലപ്പോൾ ഒരു 5ഓ 10ഓ പേരൊക്കെ പ്രൈവറ്റ് ക്ലിനിക്കുകളിട്ടും മറ്റും സക്സസ്ഫുൾ ആവാറുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു രോഗത്തിൻ്റെ ആർക്ക് വേണമെങ്കിലും ഡിബേറ്റ് ചെയ്യാം, എന്നെ ചിലപ്പോൾ ചില ആളുകളൊക്കെ, എനിക്കറിയാം ഇത്തരം സിസ്റ്റങ്ങൾ, ഇപ്പോൾ ഹോമിയോപ്പതിയൊക്കെ ഫോളോ ചെയ്യുന്ന വലിയൊരു പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ് നമ്മുടെ നാടെന്ന് പറയുന്നത്. പക്ഷേ അതിനൊന്നും ഒരു പ്രോപ്പർ സയൻറ്റിഫിക് ഡാറ്റയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സയൻസിൻ്റെ പിന്തുണയോടുകൂടി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ല യഥാർത്ഥത്തിൽ ഹോമിയോ എന്നൊന്നും പറയുന്നത്. അതിന് കൃത്യമായ പഠനങ്ങളോ തെളിവുകളുടെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല, വളരെ മിനിമലിസ്റ്റിക് ആയ പഠനങ്ങൾ മാത്രമാണ് ഇത്തരം കാര്യം. നോക്കൂ, നമ്മളെങ്ങനെയാണ് ഒരു രോഗം ട്രീറ്റ് ചെയ്യുക?
നമ്മളൊരു രോഗം ട്രീറ്റ് ചെയ്യുക, ഒരു രോഗത്തിന് നമ്മൾ മരുന്ന് കൊടുക്കുക, ആ മരുന്ന് അനേകം പഠനങ്ങൾ നടക്കുകയും ആ പഠനങ്ങളിലൂടെ ആ മരുന്നിൻ്റെ എഫക്റ്റുകളും സൈഡ് എഫക്റ്റുകളും ഒക്കെ തരം തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു മരുന്ന് പുറത്തേക്ക് വിപണിയിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ MBBS നമ്മൾ മോഡേൺ മെഡിസിൻ എന്നാണ് പറയുക. മോഡേൺ മെഡിസിനുമായി ബന്ധപ്പെട്ട് ഏത് മരുന്ന് നോക്കിയാലും ആ മരുന്നിൻ്റെ എഫക്റ്റ് എന്താണ്, സൈഡ് എഫക്റ്റ് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് ആ മരുന്നിൽ തന്നെ ലേബൽ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അതിൻ്റെ കാരണം എന്താ? പഠനം നടന്നുകൊണ്ടാണ്. നമ്മൾ സാധാരണ കാണുന്നതാണ് ഇത്തരം മരുന്നുകൾക്കൊന്നും സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറയുന്നത്. സൈഡ് എഫക്റ്റ് ഇല്ലാത്തത് കൊണ്ടല്ല, പൂർണ്ണമായ പഠനങ്ങൾ നടക്കാത്തത് കൊണ്ടാണ്. റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയൽസ് എന്ന് പറഞ്ഞാൽ പഠനങ്ങൾ നടക്കാത്തത്. സോ വാട്ട് എവർ. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ സയൻറ്റിഫിക് ഇംപ്ലിക്കേഷൻ ഇതിലെ പലതിനും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും, ഇപ്പോൾ ഓസ്ട്രേലിയ പോലെയൊക്കെയുള്ള രാജ്യങ്ങളിൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, നിങ്ങൾ വലിയ രോഗങ്ങൾ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്കോ അല്ലെങ്കിൽ ക്രോണിക് ഡിസീസസിനോ ഒന്നും തന്നെ സീരിയസ് ആയുള്ള ഇൽനെസ്സുകൾക്ക് പ്രൈമറി ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഒരിക്കലും ഇതൊന്നും പരിഗണിക്കരുത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് പല രോഗരാജ്യങ്ങളും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം യുഗമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ രോഗം ട്രീറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരസ്യങ്ങളിലൂടെയൊക്കെ പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്കിൽ പോലും വലിയൊരു സ്കോപ്പ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ സ്റ്റുഡൻസ് ആണ്, ഞാൻ നിങ്ങൾ ഏത് ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ ഒരു ചൂസ് നിങ്ങൾ ഒരു ചോയ്സ് ആയിട്ട് എടുക്കുന്ന സമയത്ത് ഇത്തരം കോഴ്സുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കൃത്യമായ ക്ലിനിക്കൽ ഇംപ്ലിക്കേഷൻസോട് കൂടിയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, വളരെ കുറച്ച് പേര്, ഒരു കോഴ്സ് കഴിഞ്ഞ് 100 ആൾ ഇറങ്ങുമ്പോൾ അതിൽ 10 പേരൊക്കെ ഒരു ആവറേജ് നമ്മൾ പറയുന്ന ഒരു 50K പെർ മന്തിൻ്റെ മുകളിലേക്ക് എത്തിപ്പെടാറുണ്ട്. ചിലരൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ പരസ്യമൊക്കെ ചെയ്ത്, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഏത് നമ്മളുടെ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ വീഡിയോ ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ന് ആളുകളെ നമ്മളിലേക്ക് എത്തിക്കുന്ന ഫാക്ടർ. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ 1 lakh 1.5 lakh ഒക്കെ ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാവാം, വളരെ റയർലി. ബട്ട് ഒരു 100-ൽ 10 ആൾക്ക് ഒരു 50K പെർ മന്തിലേക്ക് എത്തിപ്പെട്ടാലും ബാക്കി 90 പേരും അല്ലെങ്കിൽ ബാക്കി മഹാഭൂരിപക്ഷം പേരും ഒരു മിക്കവാറും ഒരു 20-25K പെർ മന്ത് റേഞ്ചിൽ പ്രാക്ടീസ് ചെയ്യേണ്ടി വരുന്ന ആളുകളാണ്. പലപ്പോഴും അതിനേക്കാൾ താഴെയാണ് ഒരു സാലറി നിങ്ങൾക്ക് ഒരു ഫ്രഷറിന് കേട്ടോ, ഒരു ഫ്രഷറിന് കിട്ടുന്ന സാലറി ഇത്തരം കോഴ്സുകളെല്ലാം ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്തരം കോഴ്സുകളുടെയൊക്കെ കേസിൽ കൂടുതൽ പഠനങ്ങൾ നടക്കാത്തതുകൊണ്ട്, ആ മേഖലയിൽ തന്നെ പഠനങ്ങൾ നടന്നുകൊണ്ട് കൂടുതൽ ഡെവലപ്മെൻ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. പലതിനും ഇപ്പോൾ ഈ ഹോമിയോക്കൊന്നും ഒരു എന്താ പറയുക സയൻറ്റിഫിക് ബേസിസ് പോലും ഇല്ലാത്തൊരു കേസാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഉണ്ടാകുന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ പോലും പല രോഗങ്ങളും ട്രീറ്റ് ചെയ്യുന്നു, മാറുന്നു എന്നൊക്കെ പറയപ്പെടുന്നു, വലിയ സയൻറ്റിഫിക് പഠനങ്ങളില്ലെങ്കിലും. അതുകൊണ്ട് തന്നെ ആളുകൾ ആശ്രയിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇതിലെ മഹാഭൂരിപക്ഷവും ആവറേജ് സാലറി ഒരു ഫ്രഷറിന് നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൃത്യമായൊരു പ്ലാനുണ്ട്, നിങ്ങളൊരു ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്നൊരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്, നിങ്ങൾക്കൊരു വലിയ ഉഴിച്ചിൽ കേന്ദ്രമുണ്ട്. അപ്പോൾ ആയുർവേദത്തിൻ്റെ ഒരു സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റിൽ എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ എല്ലുമായി ബന്ധപ്പെട്ട ഡിസീസുകളിൽ, സ്പോർട്സ് മെഡിസിനിൽ, അതുപോലെ തന്നെ ഇപ്പോൾ റീജുവനേറ്റീവ് ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത്തരം മേഖലകളിലൊക്കെ എന്താ പറയുക ഈ സുഖചികിത്സകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന നമ്മുടെ നാട്ടിൽ പല ടൂറിസ്റ്റുകളും നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ആയുർവേദത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ വരുന്നുണ്ട്. കാരണം ആയുർവേദത്തിൻ്റെ ഈറ്റില്ലമാണ് നമ്മുടെ നാടെന്ന് പറയപ്പെടാറുണ്ട്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിലൊക്കെ നിങ്ങൾക്കൊരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ ചിലപ്പോൾ ഇതുകൊണ്ട് സാധിച്ചേക്കാം. എങ്കിൽ പോലും നിങ്ങൾക്കൊരു എഫക്റ്റീവ് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നിടത്ത് അത്ര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആൻഡ് ഫിനാൻഷ്യൽ ഒരു കേസും ഞാൻ പറഞ്ഞു തന്നു. ഇനി ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇനി ഈ കോഴ്സസ്. ഇപ്പോൾ സാധാരണ ഒരു ധാരണ ആർക്കും വേണ്ട, ഈ കോഴ്സസിൽ കുറച്ചേ പഠിക്കാനുള്ളൂ എന്നൊന്നും വിചാരിക്കേണ്ട, എല്ലാത്തിലും പഠിക്കാനൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ നമ്മൾ പഠിച്ചില്ലേ കഫം പിത്തം വാദം, ആയുർവേദത്തിൻ്റെ ബേസ് ഇപ്പോഴും കഫം പിത്തം വാദം എന്ന് പറയുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നിങ്ങൾ പണ്ട് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ പഠിച്ചിട്ടില്ലേ, പണ്ട് കാലത്തെ ഒരു സിസ്റ്റമായിരുന്നു, ആ ഒരു സിസ്റ്റത്തെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ അധികം കാര്യങ്ങൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ MBBSകാർ പഠിക്കുന്ന ചില കാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ട്. എല്ലാം ഒന്നുമില്ല, വളരെ ചെറിയ ചില കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അവരും പഠിക്കുന്നുണ്ട്. അപ്പോൾ പഠിക്കാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ, പഠിക്കാൻ കുറവൊന്നുമില്ല, ധാരാളം പഠിക്കാനുണ്ട് അവർക്ക് ഈ കോഴ്സസിലെല്ലാം തന്നെ. പക്ഷേ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്.
ഓക്കെ. പിന്നെ നിങ്ങൾക്കൊരു ബിസിനസ് പേഴ്സ്പെക്റ്റീവിലൊക്കെ നിങ്ങളുടേതായ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആൻഡ് ദെൻ ഇത്തരം മേഖലയിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ റിസർച്ചുകൾ നടത്തുകയും അത്തരം റിസർച്ചുകളിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താനൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ യു ക്യാൻ മൂവ്, നിങ്ങൾക്ക് അതിലേക്ക് പോകാവുന്നതാണ്. പിന്നെ ഗവൺമെൻറ് സെക്ടറുകളിൽ പലതരത്തിലുള്ള ജോലികൾ ഉണ്ട്. ശരിക്കും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആയുർവേദ ഡിസ്പെൻസറികളുണ്ട്, ഹോമിയോ ഡിസ്പെൻസറികളുണ്ട്. ഗവൺമെൻറ്റിൻ്റെ തന്നെ ധാരാളം ഹോമിയോ ഡിസ്പെൻസറികൾ കേരളത്തിലെ പല ഭാഗത്തായിട്ടുണ്ട്. അതുപോലെ ഹോമിയോ മെഡിക്കൽ കോളേജുകൾ, ഹോമിയോ ആശുപത്രികളൊക്കെ ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു MBBS ഡോക്ടർക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു സാലറി നിങ്ങൾക്ക് അവിടെയും ഉണ്ടാക്കാൻ പറ്റും ഒരു പരിധി വരെ. പക്ഷേ അത് ഭയങ്കര കുറവാണ്. നിങ്ങൾക്കറിയാം ഗവൺമെൻറ് ജോബുകളുടെ എണ്ണം കുറവായതുകൊണ്ട് ഗവൺമെൻറ് സെക്ടറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാലറിയും കുറവായിരിക്കും. സാലറി അല്ല, ഗവൺമെൻറ് സെക്ടറിലേക്ക് എത്താൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും. ഓക്കെ ആണല്ലോ. നൗ നമ്മൾ BDS, BVSc, BSc അഗ്രികൾച്ചർ നോക്കൂ. BDS നിങ്ങൾക്ക് അറിയാം, ബാച്ചുലർ ഓഫ് ഡെൻ്റൽ സർജറിയാണ്. അപ്പോൾ BDSലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആവറേജ് BDSകാരുടെ സാലറി ഒരു അറൗണ്ട് ഒരു 30K, ലെസ് ദാൻ 30K, ഈ പറയുന്ന ഒരു 20 to 25K തന്നെയാണ് നമുക്കൊരു ആവറേജ് സാലറി പെർ മന്ത് നമുക്ക് പറയാൻ പറ്റുക. പക്ഷേ ഇതൊരു ഇനീഷ്യൽ തുടക്കത്തിലുള്ള ഒരു സാലറി ആണെങ്കിലും നിങ്ങൾക്ക് പതിയെ സ്വന്തമായ ക്ലിനിക്കൊക്കെ ഇട്ട് നിങ്ങൾക്ക് കൂടുതൽ എന്താ പറയുക എസ്റ്റാബ്ലിഷ് ആയി പതിയെ ഡെവലപ്പ് ചെയ്ത് വരാനൊരു പക്ഷേ പറ്റിയേക്കും. അതല്ല എങ്കിൽ ഇതിൽ പോസ്റ്റ് ഗ്രാജുവേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് യു ക്യാൻ ഗോ ഫോർ പോസ്റ്റ് ഗ്രാജുവേഷൻസ്. ഓക്കെ, ധാരാളം പോസ്റ്റ് ഗ്രാജുവേഷൻ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഓർത്തോഡോണ്ടിക്സ്, അതുപോലെ തന്നെ ധാരാളം നമ്മുടെ മാക്സില്ലോ ഫേഷ്യൽ സർജറി ഒക്കെ പോലെയുള്ള അനേകം പോസ്റ്റ് ഗ്രാജുവേഷൻ ഓപ്ഷൻസ് ഉണ്ട്. ഇനി അതിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഒരു ഡെൻ്റലിൻ്റെ ഒരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കൂടിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ ആളുകൾ കുറച്ചുകൂടെ കോൺഷ്യസ് ആയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പല്ലിന് വേണ്ടി പൈസ ചിലവാക്കാൻ ആളുകൾ തയ്യാറായി തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ, സൗന്ദര്യവർദ്ധക ചികിത്സ ഇന്ന് നമ്മുടെ നാട്ടിലെ വലിയൊരു സ്കോപ്പാണല്ലേ. അപ്പോൾ പലപ്പോഴും ഇൻസ്റ്റാഗ്രാമിലൊന്നും യാതൊരു എന്താ പറയുക ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ആളുകൾ ഇത് തേച്ചാൽ വെളുക്കുമെന്ന് പറയുമ്പോഴത്തേക്കും, ഇത് തേച്ചാൽ കല മാറുമെന്ന് പറയുമ്പോഴത്തേക്ക്, മുഖം തുടുത്തു വരുമെന്ന് പറയുമ്പോഴത്തേക്ക് വാങ്ങി തേക്കുന്ന ആളുകളാണ്. എന്നാൽ ആ ഒക്കെ ചെയ്യുന്ന നമ്മൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ എന്തിലേക്കും കൂടെ എത്തുന്നുണ്ട്, നമ്മുടെ പല്ലുകളെ നിരകളാക്കുന്ന കാര്യം, പല്ലുകളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്ക്, നമ്മുടെ താടിയലിൻ്റെ ഷേപ്പ് നന്നാക്കുന്നതിലേക്കൊക്കെ നമ്മൾ മാറുന്നത് കൊണ്ട് തന്നെ, സമൂഹം മൊത്തത്തിൽ അതിന് പൈസ ഇറക്കാൻ തുടങ്ങുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നല്ല രീതിയിലൊരു മാർക്കറ്റിംഗ് ഒക്കെ ചെയ്ത് ഒരു സെറ്റപ്പായി ഒക്കെ ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ കഴിവനുസരിച്ച്. ഓക്കെ. എന്നാൽ ഇന്ത്യക്ക് പുറത്തേക്ക് ഇപ്പോൾ ഇത്തരം കോഴ്സുകളൊക്കെ ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് നിങ്ങൾക്ക് വലിയൊരു ഗ്രോത്ത് ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല കേട്ടോ, മെജോറിറ്റി ആളുകൾക്കും. എന്നാൽ ഡെൻ്റൽ നിങ്ങൾ പഠിച്ചാൽ ഇന്ത്യയിൽ കുറവാണെങ്കിലും നിങ്ങൾ പുറം രാജ്യങ്ങളിലേക്ക്, യൂറോപ്യൻ കൺട്രീസിലേക്കോ അമേരിക്കയിലേക്കോ ഒക്കെ പിന്നീട് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവിടെയൊക്കെ വേറെ എക്സാമുകളൊക്കെ എഴുതണം, സ്റ്റിൽ അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വലിയ സാലറി, ഇപ്പോൾ കാനഡയിലൊക്കെ, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, എൻ്റെ പല ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് കാര്യമായിട്ട് നല്ലൊരു ഏണിങ്ങിലേക്ക് എത്താൻ പറ്റും. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞു ഇന്ത്യൻ സാഹചര്യത്തിൽ കുറവാണ്. ഇന്ത്യൻ സാഹചര്യത്തിൽ ഇതിൽ നിങ്ങൾക്കൊരു വലിയ പൈസ ഇനീഷ്യലി ഒരു ഫ്രഷറിന് ഉണ്ടാക്കാൻ പറ്റൂല. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞു മഹാഭൂരിശ ആളുകൾ ഈ ഒരു റേഞ്ചിൽ അങ്ങനെ പോവുകയാണ് ചെയ്യാറ് ഇനീഷ്യലി. പിന്നെ നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷൻ ഗവൺമെൻറ്റിലെ ചില ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും മറ്റുമൊക്കെയുള്ള പോസ്റ്റുകളിലേക്ക് കയറി പോവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതിൽ വേറൊരു പ്രശ്നം, നിങ്ങൾ പ്രൈവറ്റായിട്ട് സ്വന്തമായിട്ട് പ്രൈവറ്റ് ക്ലിനിക്ക് ഇടണം എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ പ്രൈവറ്റ് ക്ലിനിക്ക് ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറൗണ്ട് ഒരു 20 lakh എക്സ്പെൻസ് വരും. ഒരു 20 ലക്ഷത്തോളെങ്കിലും നിങ്ങൾക്ക് എക്സ്പെൻസ് വരും നിങ്ങളുടെ ക്ലിനിക്കിൻ്റെ സെറ്റപ്പിന്. കാരണം ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സ്, മെഷീനറി, ഡെൻ്റൽ ചെയർ എന്ന് പറയുന്ന അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഒരു ഡെൻ്റൽ ചെയറും സജ്ജീകരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് സ്വന്തമായിട്ട്, ഇപ്പോൾ ഒരു MBBS ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു റൂമും അവിടെ ഒരു ചെറിയ AC കൂടെ വെച്ചിട്ട് നിങ്ങളുടെ സ്റ്റെതസ്കോപ്പ് മതി. സാധാരണ ഒരു ആവറേജ് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെതസ്കോപ്പ് ഒരു 1600 രൂപ മുതൽ ലഭ്യമാണ്. 1600 രൂപ മുതൽ 30,000, 35,000 ഒക്കെ ഉള്ള സ്റ്റെതസ്കോപ്പുകളുണ്ട്. പക്ഷേ നിങ്ങൾക്ക് 1100 സ്റ്റെതസ്കോപ്പ് ഈസ് മോർ ദാൻ ഇനഫ്. അത് മതിയാവും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡയഗ്നോസ് ചെയ്യാൻ. അപ്പോൾ അത്രയും നിങ്ങൾക്ക് എക്സ്പെൻസ് വരുന്നുള്ളൂ. ബട്ട് ഹിയർ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു റേഞ്ച് വരും. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ എക്സ്പെൻസ് നിങ്ങളെടുത്ത് ഇനീഷ്യലി ഇറക്കാനില്ലെങ്കിൽ യു വിൽ ബി അറ്റ് ദിസ് ലെവൽ. ഓക്കെ, നിങ്ങൾ ഈ ഒരു ലെവലിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ വലിയൊരു കേസിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റൂല. നൗ വെറ്റിനറി സയൻസ്. ഇപ്പോൾ ഈ വെറ്റിനറി BVSc, BVScക്ക് ശേഷം
നിങ്ങൾ ഒരു മൃഗ ഡോക്ടറായിട്ട് നിങ്ങൾക്ക് അനേകം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റീസ് എല്ലാ സ്ഥലത്തും ഉണ്ട്. നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കറിയാം ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറച്ചി കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അനിമൽ ഹസ്ബൻഡറിയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ വലിയ വലിയ ഫാമുകൾ, സംവിധാനങ്ങൾ, അവിടേക്കൊക്കെ നിങ്ങൾക്ക് പോസ്റ്റുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ മൃഗാശുപത്രികളിൽ മൃഗ ഡോക്ടറായിട്ട്, നല്ല ഗസറ്റഡ് ഓഫീസേഴ്സായിട്ട് മൃഗ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒക്കെ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും താരതമ്യേന ഗവൺമെൻറ് ജോബ്സ് ഞാൻ പറഞ്ഞു, ഗവൺമെൻറ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പല പല മേഖലയിൽ. ക്ഷീര ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അത് ഇതുമായി ബന്ധപ്പെട്ട ഭക്ഷ്യസുരക്ഷയുമായൊക്കെ ബന്ധപ്പെട്ട പല മേഖലകളിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റുമെങ്കിലും ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ അത്ര അധികമൊന്നുമില്ല. നിങ്ങളൊരു ആവറേജ് സാലറി സാധാരണ ഒരു ഫ്രഷർ ഒരു ബിലോ 50K, ഒരു 30K പെർ മന്തൊക്കെ ആവറേജ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് പതിയെ മറ്റ് സെക്ടറുകളിലേക്കൊക്കെ പിന്നീട് പോകാവുന്നതാണ്. റിസർച്ച് മേഖലകളുണ്ട്, അത്തരം മേഖലകളിലേക്കൊക്കെ പതിയെ പോകാവുന്നതാണ്. നൗ BSc അഗ്രികൾച്ചർ കഴിഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തെ വിവിധ സാധാരണഗതിയിൽ മിക്കവാറും ആളുകൾ അഗ്രികൾച്ചർ ഓഫീസേഴ്സായിട്ട്, മഹാഭൂരിപക്ഷം ആളുകളും അഗ്രികൾച്ചറൽ ഓഫീസേഴ്സായിട്ടാണ് വർക്ക് ചെയ്യാൻ പോവാറ്. നൗ അഗ്രികൾച്ചറൽ ഓഫീസർ എന്നതിന് പുറമെ നമ്മുടെ രാജ്യത്തെ അനേകം കൃഷിയുമായി ബന്ധപ്പെട്ട അനേകം സംവിധാനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റും. അത് ഗവൺമെൻറ് സെക്ടറിലാണ് കാര്യമായ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. പ്രൈവറ്റ് സെക്ടറുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഒരുപാട് മുന്നേറ്റങ്ങൾ ചെയ്യാൻ പറ്റും. ആൻഡ് ഒരുപാട് റിസർച്ച് മേഖലകളിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. അത്തരത്തിലൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബട്ട് ഒരു ഫ്രഷറിന് കാര്യമായ നേരിട്ട് ഒരു ജോബ്, ഇപ്പോൾ MBBS ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു ഫ്രഷറിന് നേരിട്ട് ഒരു ജോബിലേക്ക് പെട്ടെന്ന് ആക്സസ് കിട്ടുന്ന പോലെ ഇവിടെ ഒരു ആക്സസ് കിട്ടൂല. അതിൻ്റെ ഇടയിൽ ഒരു സ്ട്രഗിൾ പീരീഡ് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ കോഴ്സസിനെ കുറിച്ചുള്ള ആകെത്തുക എനിക്ക് പറയാനുള്ളത്. ഇതിൽ BDS നിങ്ങൾക്ക് കുറച്ചുകൂടെ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. BVSc ആൻഡ് BSc അഗ്രി ഓൾസോ. ബട്ട് ഞാൻ പേഴ്സണലി ഈ 4 കോഴ്സുകൾ നിങ്ങൾ എടുക്കുന്നത് പ്രിഫർ ചെയ്യുന്നില്ല. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്നതാണ്. കാരണം ഇതൊരു തരം ഒരു ഡെഡ് എൻഡ് കോഴ്സസ് ആണ്. ഇതെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭയങ്കര കാര്യങ്ങളിലേക്കൊന്നും പോകാനില്ല. പിന്നെ സിവിൽ സർവീസ് എക്സാം എഴുതിയിട്ട് IASലേക്ക് പോവുകയോ IAS IPS ഒക്കെ വേണമെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അത് നോക്കാം. അതിന് സാധാരണ ഡിഗ്രി കഴിഞ്ഞാലും പറ്റും. അങ്ങനത്തെ ഒക്കെ സാധാരണ മേഖലകളിലേക്കാണ് കാര്യമായിട്ട് ഇതിൽ നിന്ന് പോകാൻ പറ്റുക. പിന്നെ എക്സെപ്ഷണൽ ടാലൻ്റ് ഒക്കെ ഉള്ള ചില ആളുകൾ ചില രീതിയിലൊക്കെ രക്ഷപ്പെടാറുണ്ടെങ്കിലും മെജോറിറ്റി അങ്ങനെയല്ല, സ്ട്രഗിളിംഗ് ആണ് ഇത്തരം കോഴ്സുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ. സോ ദിസ് ഈസ് ദ റിയാലിറ്റി. ഞാനതൊരു റിയാലിറ്റി ടോക്കായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻഡ് ഇറ്റ് ഈസ് യുവർ ചോയ്സ്. അപ്പോൾ ബെറ്റർ നിങ്ങൾക്ക് MBBS തന്നെയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ യു ക്യാൻ തിങ്ക് അബൌട്ട് റീറിപ്പീറ്റ്. നിങ്ങൾക്ക് റീറിപ്പീറ്റിനെ കുറിച്ച് ആലോചിക്കാം. അല്ല എങ്കിൽ നല്ലവണ്ണം ആലോചിച്ച് നിങ്ങൾക്ക് ഒരുപാട്, ഇപ്പം ഞാനിതിൻ്റെയൊക്കെ ഏകദേശ ധാരണ പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നല്ല രീതിക്ക് റിസർച്ച് നടത്തുക. നമ്മുടെ നാട്ടിലെ അവിടെ ഇവിടെയുള്ള ആളുകളോട് ചോദിച്ചിട്ടോ, കുടുംബത്തിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, കുടുംബത്തിൽ ഏതൊരാൾ ഞാനൊരു ഹോമിയോ കാണിച്ചു, ഇന്ന രോഗം മാറി, അതുകൊണ്ട് നീ അത് എടുത്തോ എന്നൊക്കെ പറയുന്ന കേസ് ഉണ്ടാവും. പ്ലീസ് ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. നമുക്ക് ശാസ്ത്രം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരാളുടെ അനുഭവത്തെ ബന്ധിപ്പിച്ചിട്ടുള്ളൊരു കാര്യമല്ല. അത് കൃത്യമായ പഠനങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ ഒരു ബയാസും ഇല്ലാത്ത റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയലുകളിലൊക്കെ നടന്നിട്ട് മാത്രം തെളിയിക്കപ്പെടുകയും അതിനനുസരിച്ച് മാത്രം പ്രാക്ടീസ് ചെയ്യപ്പെടുകയും ചെയ്യേണ്ട ഒരു സംവിധാനമാണ്. അല്ല എങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഒരു എത്തിക്കൽ പ്രാക്ടീസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷനെ കുറിച്ച് നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റില്ല എന്നുള്ള ഒരു റിയാലിറ്റി അവിടെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ആലോചിച്ച് എല്ലാവരും തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.